ഹായ് ഹലോ നമസ്തേ. കഫ്ലസിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് വീണ്ടും ഒരിക്കൽ കൂടി എല്ലാവർക്കും ഹാർദമായ സ്വാഗതം. അപ്പൊ ഇന്ന് നമ്മൾ വന്നേക്കുന്നത് ബസൂക്ക. നാളെ ബസൂക്ക റിലീസ് അല്ലേ? അതിന്റെ പ്രൊമോ വീഡിയോ ഒന്ന് രാവിലെ ഇറങ്ങിയിട്ടുണ്ട്. പ്രീ റിലീസിംഗ് വീഡിയോ അങ്ങനെയല്ലേ പറഞ്ഞേ? പ്രീ റിലീസിംഗ് വീഡിയോ രാവിലെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. കണ്ടു. അതിന്റെ വിശേഷങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത് ഇന്ന്. ഡയലോഗൊക്കെ കേട്ടോ. എനിക്ക് ഈ കാര്യം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇങ്ങനെ എഴുതി കാണിക്കും ഗെയിമിങ് സെറ്റ് ലുക്കല്ലേ. റോബറി ആണെന്ന് തോന്നുന്നു. ഹീസ്റ്റ് ആണെന്നൊക്കെ ഇങ്ങനെ റൂമർ കേൾക്കണം. ലുക്കും ഫ്രെയിമുകളും ഓരോ ഫ്രെയിമും നല്ല റിച്ച് ലുക്ക് ഉണ്ടോ. മറ്റേ നമ്മളെല്ലാം സ്ക്വിഡ് ഗെയിം ഒക്കെ പോലെ. ഞാൻ പറഞ്ഞ പുള്ളി എനിക്ക് തോന്നുന്നു പുള്ളി ഒരു കള്ളനാണെന്നാണ് തോന്നുന്നത്. കള്ളനാണെന്നാ എന്തോ തന്നെ ആയിരിക്കാം. ഹീസ്റ്റ് നടത്തുന്ന ഒരു വില്ലൻ ഉണ്ടല്ലോ. ആ വില്ലനെ പിടിക്കാനുള്ള ഒരു കള്ളന്റെ ഗൗതം വാസുദേവ് പോലീസാണ്. പോലീസ് വേറൊരു കള്ളന്റെ സഹായം തേടുന്നു. അതാണ് എനിക്ക് തോന്നിയത്. പക്ഷേ ഇതൊരു പുതുമുഖ ഡയറക്ടറിന്റെ ഫ്രെയിംസ് ആണെന്ന് എനിക്ക് തോന്നുന്നത്. അത് കൺഫേം അങ്ങനെ ഒരു തോന്നലില്ല. തോന്നലെന്ന് പറഞ്ഞാൽ മലയാളത്തില് നല്ല എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാർക്ക് പോലും ഇത്രയും ഇതാണെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ എനിക്ക് ഡിനോ ഡെന്നിസ് ഗെയിം എന്നാണ് എഴുതി കാണിക്കണം. ഇതൊരു സിനിമയാണ്, ഫിലിമാണെന്നോ അല്ല എഴുതി കാണിക്കണം. ഗെയിം എന്നാണ്. ഇതൊരു കാറ്റാ മൗസ് കളിയാണെന്നാണ് പറഞ്ഞിരിക്കണത് ഫുള്ളും. പിന്നെ ലുക്ക് വൈസ് അടിപൊളിയാണ്. ഇതുവരെ ഒട്ടും ഹൈപ്പ് ഒന്നും ഇല്ലായിരുന്നു. പൊട്ടും എന്ന് തന്നെ പലരും പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ ഈ ഒരു പ്രമോ ഇറങ്ങിയതിന് ശേഷം നല്ല ഹൈപ്പ് കയറുന്നുണ്ട്. എനിക്കൊരു പ്രതീക്ഷ ഉണ്ട്. എന്തോന്ന് വെച്ചാൽ ഈ ഒരു സ്റ്റൈലിഷ് കൊണ്ട് മാത്രം സിനിമ പിടിച്ചിരിക്കും എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. മമ്മൂക്കയുടെ ഈ സ്റ്റൈലിഷിൽ വന്ന ഒരു പടവും അങ്ങനെ ഒരു മോശമായിട്ടില്ല. ഗ്യാങ്സ്റ്റർ കുറച്ച് ഉണ്ടായിരുന്നു. ബാക്കി ഭീഷ്മപർവം പോലത്തെ പടങ്ങള് അത് തന്നെ എല്ലാം വന്നതിലും എല്ലാം നല്ലൊരു ഇതായിരുന്നു. ഇത്രയും ഒരു ലുക്കിൽ പറഞ്ഞ പടത്തിലേ സ്റ്റോറിയും കൂടെ പക്കയാണെങ്കിൽ പിന്നെ സെറ്റ് ഇതായിരിക്കും. പിന്നെ വെറുതെ ഒരു പുതുമുഖ ഡയറക്ടറിനെ ഒരു ഇങ്ങനെ കൊടുക്കത്തില്ല. കഥ പറയാൻ അത് തന്നെ മമ്മൂക്കനെ അതിൽ പറഞ്ഞിട്ടുണ്ട്. എന്തോന്ന് അത് മറ്റേ ഡിനോ ഡെന്നിസ് പുള്ളി അപ്രോച്ച് ചെയ്ത രീതിയാണ് മമ്മൂക്കൊക്കെ നല്ല ഇഷ്ടപ്പെട്ടത്. അപ്പൊ നീ തന്നെ ഡയറക്റ്റ് ചെയ്താൽ മതി എന്നുള്ള ഇതിലാണ് പറഞ്ഞത്. അപ്പൊ ഇത്രയും എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ ഒരു സ്റ്റാർഡത്തിൽ നിൽക്കുന്ന ഒരാളെ സംബന്ധിച്ച് പുള്ളി എന്തായാലും ഉറപ്പായിട്ട് നോക്കുമല്ലോ എന്റെ സ്റ്റാർഡത്തിനെ ബാധിക്കാത്ത രീതിയിൽ എനിക്ക് പടം ചെയ്യണമെന്ന്. പക്ഷെ ഇങ്ങനെ ഒരു വലിയ ഒരു ഉത്തരവാദിത്തം, ഒരു പ്രഷർ പുതിയൊരാളെ കൊടുക്കാന്ന് പറഞ്ഞാൽ അത്. പിന്നെ ഇതിന്റെ സിനിമയുടെ അണിയറ പ്രവർത്തകർ പറഞ്ഞ കുറെ കാര്യമുണ്ട്. ഈ വേറെ ലുക്ക് വരുന്നുണ്ട്. കുറെ ലുക്ക് ഉണ്ട്. എന്റെ മനസ്സിലുള്ള ലുക്ക് എന്തെന്ന് പറയട്ടോ, മുടി വളർത്തിയിട്ട് അങ്ങനത്തെ ഒരു മുടി ഇങ്ങനെ വളർത്തി സൈഡിൽ കൂടി ഇങ്ങനെ ഇട്ട് കെട്ടി അങ്ങനത്തെ ലുക്കാണ് എന്റെ മനസ്സിലുള്ളത്. അത് ഇതില് ഒരു കെട്ടി അങ്ങനത്തെ അല്ലടാ, വേറെ രീതിയിൽ മറ്റേ ഒരുപാട് മുടിയുള്ള സംഭവം എന്റെ മനസ്സിലുള്ളത്. എന്തോന്നായിരിക്കും നാളെ അറിയാം. പിന്നെ ഈ പടം ചെയ്തുകൊണ്ടിരുന്നപ്പോ വേറെ പടം ചെയ്തിട്ടുണ്ടായിരുന്നു ആ ടൈമില്? ഈ സമയത്തല്ലേ? അല്ല, ഈ സമയത്ത് വേറെ ചെയ്തിട്ടില്ല. അപ്പൊ പിന്നെ വേറൊരു എല്ലാ ഈ മുടിയുമായിട്ട് ബന്ധപ്പെട്ട ഓരോ ലുക്ക് ആയിരിക്കണം അപ്പൊ മിക്കവാറും. മറ്റേ അവന്റെ പേരെന്തോന്നു, ഇതിനകത്തുണ്ടല്ലോ. സിദ്ധാർത്ഥ ഭരതൻ ആദ്യമായിട്ട് മമ്മൂക്കയോട് അഭിനയിച്ചത് ബ്രഹ്മയുഗത്തിൽ എന്നല്ലേ. പക്ഷേ ബ്രഹ്മയുഗത്തിന് മുമ്പാണ് ഷൂട്ടിംഗ് ഇത് നടന്നുകൊണ്ടിരുന്നത്. പുള്ളി എന്റെ പേര് പറഞ്ഞു, ഞാൻ ആദ്യമായിട്ട് സിനിമ റിലീസായത് ബ്രഹ്മയുഗമാണെങ്കിലും അഭിനയിച്ചത് ഈ ബസൂക്കിലാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എന്തായാലും സ്റ്റൈലിഷ് ലുക്കാണത്. 100% പുതിയ കുറെ കാര്യങ്ങൾ അതിനകത്ത് കാണും. എന്തായാലും ലുക്കിനൊന്നും ഒരു കുറവും കാണൂല. ഇനി ഓരോരോ എന്താണെന്ന് ഫാൻസിന് വേണ്ടിയിട്ടുള്ള എല്ലാ സിനിമയിലും ഉണ്ടായിരിക്കും. 100%. പിന്നെ അത് ഇന്നത്തെ പ്രൊമോയിലാണ് കേട്ടോ കയറിയതല്ല. കൂടുതലും മറ്റേ മുമ്പ് വന്ന സാധനത്തിനൊന്നും അത്ര ഒരു ഇതില്ലായിരുന്നു. പക്ഷെ എനിക്ക് അതിന്റെ ടീസർ വന്നപ്പോ കുറച്ച് ഇഷ്ടപ്പെട്ടായിരുന്നു. മറ്റേ കാറിൽ എനിക്ക് ഇഷ്ടപ്പെട്ടു, ട്രെയിലർ ഇഷ്ടപ്പെട്ടു, പ്രൊമോ വന്നപ്പോ. പിന്നെ കുറച്ച് വിന്റേജ് കാറുകള്, പുള്ളിയുടെ ആ ഒരു സ്വാഗ് ലുക്ക്
പിന്നെ മറ്റേ ഫൈറ്റ് സീനിന്റെ അത് കൊള്ളായിരുന്നു. ഇങ്ങനെ മമ്മൂക്കയുടെ ഒരു പഞ്ചുണ്ടല്ലോ, ഇങ്ങനെ കൈ കൊണ്ട് ഒറ്റ എഴുതിന് ഗ്ലാസ് ഒക്കെ എടുത്ത് വയ്ക്കണ ഷോട്ടൊക്കെ എന്തൊക്കെ വലിയ ചെറിയ പോലെ കാണിച്ചിട്ടുണ്ട്. പിന്നെ ഒരു മാസ്ക് വെച്ചൊരു ഒരു ജോക്കറിനെ പോലെ ഒരു, പിന്നെ ഒരു ചെസ് ഗെയിം. പുള്ളി കുറച്ച് ക്രൂക്കഡ് മൈൻഡ് ഒക്കെ ഉള്ള ആളാണെന്ന് തോന്നുന്നു. എന്തോ ഉണ്ട് സിനിമയിൽ ഇങ്ങനെ. നമുക്ക് വെറും ട്രെയിലർ ടീസറിൽ കണ്ട കാര്യങ്ങളല്ലാതെ വേറെ എന്തൊക്കെ പറയാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പൊ എന്തായാലും മിക്കവാറും നല്ലൊരു ഹിറ്റ് അടിക്കാൻ ചാൻസ് ഉണ്ട്. 3 സിനിമകളാണ് കൂടെ ക്ലാഷ് ഉള്ളത്. ക്ലാഷ് ആണ് ഈ പറഞ്ഞ പ്രശ്നം. അതുപോലെ ആലപ്പുഴ ജിംഖാന ഖാലിദ് റഹ്മാന്റെ പടം ആയതുകൊണ്ട് അതൊരു ഇത് വന്നു കഴിഞ്ഞാൽ സോവിയറ്റും വരും. എന്നാലും ഇതിനൊരു ചെറിയ ഇപ്പൊ നല്ലൊരു ഇതിലോട്ടാണ് ബസ്സൊക്കെ പൊക്കോണ്ടിരിക്കുന്നത്. അപ്പോഴും എന്തായാലും സീറോ പ്രൊമോഷൻ ആയിരുന്നു, സീറോ ഹൈപ്പ് ആയിരുന്നു. ബഡ്ജറ്റ് 25-30 അല്ലേ പറഞ്ഞേക്കുന്നത്. ഒഫീഷ്യലി പറഞ്ഞില്ലെങ്കിലും 25 കോടി 30 കോടി എന്നാണ് പറഞ്ഞേക്കണത്. പക്ഷെ 25-30 കോടി എന്ന് പറയുമ്പോൾ എന്റെ ഫ്രെയിമുകളൊക്കെ കാണുമ്പോ നമുക്ക് അങ്ങനെ ഒരു ഇതല്ലേ അത്യാവശ്യം വലിയ തന്നെ. പക്ഷെ നമ്മൾ ഇപ്പോഴത്തെ മലയാളത്തിന്റെ ഒരു ഇത് വെച്ച് നോക്കുമ്പോ ചെറുതാണ്. പക്ഷെ 20-30 നോക്കുമ്പോ അതിന്റെ ഫ്രെയിമുകളും കാര്യങ്ങളും നല്ല കാര്യങ്ങൾ വെച്ച് ചെയ്ത് ഇംഗ്ലീഷ് പടം കാണുന്ന പോലെ നമുക്കൊരു ഫീൽ ഉണ്ട്. മലയാള സിനിമ മാറി. ഡീനോ ഡെന്നീസിന് ഒരു ഇംഗ്ലീഷ് ടച്ച് ഉണ്ട് എപ്പോഴും. അത് തന്നെ ആ ഒരു അപ്രോച്ച് കണ്ടായിരിക്കണം മമ്മൂക്ക അപ്പോഴേ പറഞ്ഞത്. കൊറിയൻ ഫിലിംസ് ഒക്കെ കാണുമ്പോഴേ അങ്ങനത്തെ സ്ട്രീറ്റ് ഒക്കെ കാണുമ്പോൾ ഫുള്ള് മറ്റേ നിയോൺ ലൈറ്റ്, ചുവപ്പ് നീല ലൈറ്റ്, അതുപോലത്തെ ഒരു ഫ്രെയിം പോലെയാണ്. സ്പ്രേ പെയിന്റ് ഒക്കെ ഇങ്ങനെ അടിച്ചു ആ ഒരു സാധനങ്ങള്. പിന്നെ ഇതിനകത്ത് മറ്റേ പാലത്തിന്റെ കുറെ ഷോട്ടുകളൊക്കെ ഉണ്ടല്ലോ, പാലത്തിന്റെ എടുത്ത് ചാടണം, അങ്ങനത്തെ കുറെ അടിപൊളി ഷോട്ടുകൾ. പിന്നെ നമ്മൾ ഈ പറയണ ഇംഗ്ലീഷ് സീരീസ് ഒക്കെ കാണുമ്പോഴേ അതിനകത്ത് അവരൊരു താവളം ഉണ്ടല്ലോ, ഈ വില്ലന്മാരൊരു താവളം, കുറച്ച് റെഡിഷ് ബ്ലൂയിഷ് ലൈറ്റ് ഒക്കെ കൊടുത്ത് ഇങ്ങനെ വെടിവെക്കാനൊക്കെ, അതിന്റെ എല്ലാ അത് തന്നെ ഗ്യാരേജിന്റെ ഒരു സെറ്റപ്പ് എല്ലാം കൊടുത്ത് കുറച്ച് മണിക്കൂറും കൂടെ കഴിഞ്ഞാൽ നമുക്ക് അറിയാം എന്താണ് സിനിമയിലുള്ളത്. തീർച്ചയായിട്ടും നമ്മള് റിവ്യൂ ആയിട്ട് വരുന്നതായിരിക്കും. ചിലപ്പോ കാണും മറ്റേ അതിന് പോണു. ആലപ്പുഴ ജിംഖാന 3 സിനിമ ഇറങ്ങുന്നുണ്ട്, 3-നും പോണ്ടേ. കുറച്ചുപേരല്ലേ ഉള്ളു, എല്ലാത്തിനും കൂടെ ക്ലാഷ് റിലീസ് സംവിധാനം കുഴപ്പം. അപ്പൊ എന്തായാലും ബസൂക്ക, ആലപ്പുഴ ജിംഖാന, മരണമാസ വിശേഷങ്ങളും ബാക്കി എല്ലാ കാര്യവും നമുക്കറിയാം. അപ്പൊ എന്തായാലും പുതിയ വീഡിയോ ആയിട്ട് വരുന്നവര് until then